അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പദവാർഷിക പരീക്ഷ എഴുതുന്ന സമസ്തയുടെ മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സിനാണ് പരീക്ഷ, ഡേറ്റുകൾ, അതുപോലെ തന്നെ ഏതൊക്കെയാണ് വിഷയങ്ങൾ എന്നൊക്കെ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ഇത്ര വിഷയങ്ങളിൽ നിന്നും എത്ര പാഠങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ വിശദമായി പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ സമസ്തയുടെ പരീക്ഷ നടക്കുന്നത് ആഗസ്റ്റ് 7 മുതൽ ആഗസ്റ്റ് 14 വരെ, ഇതിൻ്റെ ഇടയിലാണ് പരീക്ഷ വരുന്നത്. പിന്നെ ഒന്നാമത്തെ ദിവസമാകുന്ന ആഗസ്റ്റ് 7 ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് പരീക്ഷ തുടങ്ങുന്നത് ബുധനാഴ്ചയാണ്. ഒന്നാമത്തെ ക്ലാസ്, ഒന്നാം ക്ലാസ്സുകാർക്ക് അന്ന് പരീക്ഷയില്ല. മറിച്ച് രണ്ടാം ക്ലാസ്സുകാർക്ക് പരീക്ഷയുണ്ട്, ഫിഖഹാണ്. രണ്ടാം ക്ലാസ്സുകാർക്ക് ഫിഖഹിൽ നിന്ന് 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. 6 പാഠത്തിൻ്റെ ഉള്ളിൽ നിന്നും എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആ പാഠത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. കൂടുതലായി നിസ്കാരത്തിനെ കുറിച്ചായിരിക്കും പാഠങ്ങളിൽ പറയുന്നത്. ഏതൊക്കെ നിസ്കാരങ്ങളുണ്ട്, അതിൻ്റെ നീയത്തിൻ്റെ രൂപം, ഓരോ നിസ്കാരത്തിൻ്റെ ഫർളുകൾ, അതിനുള്ളിൽ ചെല്ലേണ്ട ദിക്റുകൾ, ഇതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. മൂന്നാമത്തെ ക്ലാസ്സുകാർക്ക് അഖീദയാണ്. മൂന്നാം ക്ലാസ്സിന് അഖീദ. മൂന്നാം ക്ലാസ്സിലേക്ക് അഖീദയിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് 4 പാഠങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നും ചോദിക്കാം. 4ാം ക്ലാസ്സുകാർക്ക് ലിസാന്. ആഗസ്റ്റ് 7 4ാം ക്ലാസ്സിലേക്ക് നടക്കാൻ പോകുന്നത് ലിസാനാണ്. ലിസാനിൽ നിന്ന് വരുന്ന പാഠങ്ങൾ 3 പാഠം. ആദ്യത്തെ 3 പാഠം നന്നായി പഠിക്കുക. അതുപോലെ 5ാം ക്ലാസ്സുകാർക്ക് അഖീദ. അഖീദയിൽ നിന്നും 4 പാഠങ്ങളാണ് പരീക്ഷയിൽ വരുന്നത്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാം. 6ാം ക്ലാസ്സുകാർക്ക് ഫിഖ്. ഫിഖിൽ നിന്ന് 8 പാഠങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. കാരണം 6ാം ക്ലാസ്സുകാർക്ക് ഫിഖിൽ കുറച്ച് പാഠങ്ങളുണ്ട്, അത്യാവശ്യം 5ാം ക്ലാസ് പോലെ തന്നെ കുറച്ച് പാഠങ്ങളുണ്ട്. അപ്പോൾ 8 പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാവും. 7ാം ക്ലാസ്സുകാർക്ക് ലിസാനാണ്. ലിസാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് 5 പാഠങ്ങളാണ്. 5 പാഠം പരീക്ഷയ്ക്ക് വരും. 8ാം ക്ലാസ്സിലേക്ക് അന്ന് പരീക്ഷയില്ല. 9ാം ക്ലാസ്സുകാർക്ക് താരീഖാണ്. താരീഖിൽ നിന്ന് 8 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. പിന്നെ 10ാം ക്ലാസ് അന്ന് പരീക്ഷയില്ല. +1 ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് 5 പാഠങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. +2 അന്ന് പരീക്ഷയില്ല. ഇനി ആഗസ്റ്റ് 8 അന്ന് വ്യാഴാഴ്ചയാണ് വരിക. 1ാം ക്ലാസ്സിലേക്ക് അന്ന് പരീക്ഷയുണ്ട്. തഫ്ഹീമു തിലാവ, എഴുത്തു പരീക്ഷയാണ്. കിതാബത്ത് എന്ന് കാണാം, എഴുത്തു പരീക്ഷയാണ്. അപ്പോൾ അതിൽ 1ാമത്തെ പാഠം മുതൽ മൊത്തത്തിൽ എത്ര പാഠം ഉണ്ടാവും എന്നറിയോ? 16 പാഠം പരീക്ഷയ്ക്ക് വരും. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എവിടുന്നും എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാവും. 2ാം ക്ലാസ്സിലേക്ക് അന്ന് എന്തില്ല, പരീക്ഷയില്ല. ആഗസ്റ്റ് 8 പരീക്ഷയില്ല. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനാണ്. ലിസാനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് 3 പാഠങ്ങളാണ്. ആ 3 പാഠം കൃത്യമായി പഠിച്ചു വെക്കുക. അതിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർ ചാനൽ പോയാൽ മതി. നമ്മുടെ ചാനലിൽ അവിടെ പ്ലേലിസ്റ്റ് എന്ന് കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്ലാസ്സുകളുണ്ട്. പിന്നെ 4ാം ക്ലാസ്സുകാർക്ക് താരീഖാണ്. 8ാം തീയതി. താരീഖിൽ നിന്നും 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 5ാം ക്ലാസ്സുകാർക്ക് അഖ്ലാഖിൽ നിന്നും 4 പാഠങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. 6ാം ക്ലാസ്സുകാർക്ക് താരീഖാണ്. താരീഖിൽ നിന്ന് 6 പാഠങ്ങൾ.
7ാം ക്ലാസ്സിലേക്ക് അന്ന് എന്തില്ല, പരീക്ഷയില്ല. 8ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആനാണ് പരീക്ഷ. 4 പാഠങ്ങൾ ഉണ്ടാവും പരീക്ഷ കേട്ടോ, 4 പാഠങ്ങൾ. പിന്നെ 9ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 10ാം ക്ലാസ്സിന് ഫിഖ് ഉണ്ടാവും. 10ാം ക്ലാസ്സിന് ഫിഖ് ആയിരിക്കും പരീക്ഷ. ഫിഖിൽ നിന്ന് 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയില്ലാതെ വിട്ടുപോകും. അതിന് വേണ്ടിയിട്ടാണ്. ഫിഖ് പരീക്ഷ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ, വലിയ മുതിർന്ന ക്ലാസ്സുകളിൽ 8 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിൽ ഫിഖ് ചോദ്യ പേപ്പറിൽ മുൻ ക്ലാസ്സുകൾ പഠിച്ച പ്രധാനമായ അമലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് സർക്കുലറിൽ. അപ്പോൾ ആ കാര്യം അനുസരിച്ച് നിങ്ങൾ മുമ്പുള്ള, ഇപ്പോൾ 7ാം ക്ലാസ് ആണെങ്കിലും മുമ്പുള്ള ക്ലാസ്സുകൾ, ചെറിയ ക്ലാസ് മുതൽ ഇതുവരെ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് മുൻ കഴിഞ്ഞ അമലുകളുമായി ബന്ധപ്പെട്ട പഠിച്ച അമലുകളുമായി ബന്ധപ്പെട്ട ദിക്റുകളോ അതുപോലെ ദുആകളൊക്കെ ചിലപ്പോൾ പൂരിപ്പിക്കാനൊക്കെ വരും, അല്ലെങ്കിൽ എഴുതാനൊക്കെ വരും. അതൊക്കെ പഠിച്ചു വെക്കുക. +1ന് ലിസാനുൽ ഖുർആനാണ് കേട്ടോ എന്ത് പരീക്ഷ. ലിസാനിൽ നിന്ന് 4 പാഠം പരീക്ഷയ്ക്ക് വരും. +2ന് നിന്ന് തഫ്സീറുൽ ഖുർആനാണ്, തഫ്സീറാണ്. തഫ്സീറിൽ നിന്നും 4 പാഠങ്ങൾ തന്നെയാണ് പരീക്ഷ ഉണ്ടാവുക. പിന്നെ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ലല്ലോ. സബത്ത്, അതായത് 10ാം തീയതി ശനിയാഴ്ച, അന്നും 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട്. തഫ്ഹീമു തിലാവ ഖിറാഅത്താണ് കേട്ടോ, വായനാ പരീക്ഷ. അതിൻ്റെ പേപ്പറുകളൊക്കെ ഉണ്ട്, മോഡൽ വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്താൽ മതി. 2ാം ക്ലാസ്സിന് അതും 16 പാഠങ്ങളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ 2ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ് ആണ്. 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്നത് 8 പാഠങ്ങളാണ്. 3ാം ക്ലാസ്സിന് 8 പാഠങ്ങളാണ് കേട്ടോ. പിന്നെ 4ാം ക്ലാസ്സിലേക്ക് അന്ന് അഖ്ലാഖാണ്. അഖ്ലാഖിൽ നിന്ന് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 4 പാഠങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുണ്ടാവും. എവിടുന്നും ചോദിക്കാം. 5ാം ക്ലാസ്സിലേക്ക് തജ്വീദിൽ നിന്ന് 6 പാഠങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം വരും. 6ാം ക്ലാസ്സിലേക്ക് അന്ന് പരീക്ഷയില്ല. 7ാം ക്ലാസ്സിന് ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 8ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 9ാം ക്ലാസ്സിന് ഫിഖ്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ അമലുകളുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അവർക്ക് 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി 10ാം ക്ലാസ്സുകാർ ലിസാനുൽ ഖുർആനാണ് അവർക്കുള്ള പരീക്ഷ. അവർക്ക് 6 പാഠങ്ങൾ, ലിസാൻ എന്നുള്ള 6 പാഠത്തിൽ. +1ന് അന്ന് പരീക്ഷയില്ല. +2ന് ദുറൂസുൽ ഇഹ്സാനാണ് പരീക്ഷ. +2ന് ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് 4 പാഠങ്ങൾ കേട്ടോ. ഇനി 11ാം തീയതി ആഗസ്റ്റ് 11 ഞായറാഴ്ച വരിക. അന്ന് ഖുർആൻ ഹിഫ്ള് ഓറൽ പരീക്ഷകളാണ്. 5, 6, 7 ക്ലാസ്സുകൾക്ക് രാവിലെ 6:30 മുതൽ 8:30 മണി വരെയും 2, 3, 4 ക്ലാസ്സുകൾക്ക് 8 മണി മുതൽ 10 മണി വരെയാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഖുർആനും ഹിഫ്ളും ഓതിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് പോയി നോക്കാം കേട്ടോ. ഇനി തിങ്കളാഴ്ച ആഗസ്റ്റ് 12 തിങ്കളാഴ്ച 1ാം ക്ലാസ്സിന് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. 2ാം ക്ലാസ്സുകാർക്ക് അഖീദയാണ്. അഖീദ വിഷയത്തിൽ നിന്ന് അവർക്ക് ഉണ്ടാകുന്നത് 4 പാഠാണ്. ഇനി 3ാം ക്ലാസ് എടുക്കുകയാണെങ്കിൽ താരീഖാണ് അന്നത്തെ പരീക്ഷ. താരീഖിൽ നിന്ന് അവർക്കുണ്ടാകുന്നത് 4 പാഠങ്ങൾ തന്നെയാണ്. പിന്നെ 4ാം ക്ലാസ് അഖീദ 4 പാഠം തന്നെയാണ് അവർക്കുണ്ടാവുക. പിന്നെ 5ാം ക്ലാസ് താരീഖാണ്, കൂടുതൽ ചരിത്രങ്ങൾ പറയുന്ന ഭാഗം കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പരീക്ഷയ്ക്ക് വരുന്നത് 4 പാഠങ്ങളാണ്. 6ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആൻ, ലിസാനിൽ നിന്ന് 4 പാഠങ്ങളാണ്.
7ാം ക്ലാസ്സുകാർക്ക് അത് പരീക്ഷയില്ല. 8ാം ക്ലാസ്സിന് ദുറൂസുൽ ഇഹ്സാനാണ് പരീക്ഷ. അവർക്ക് 6 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും, 6 പാഠങ്ങൾ ഉൾപ്പെടെ. അതിൻ്റെ ഉള്ളതായിട്ട് ഇവിടെ നിന്ന് ചോദിക്കും. 9ാം ക്ലാസ്സുകാർക്ക് ലിസാൻ ഖുർആൻ. ലിസാനിൽ നിന്ന് 4 പാഠങ്ങളാണ്. 10ാം ക്ലാസ്സുകാർക്ക് അത് പരീക്ഷയില്ല. +1 തഫ്സീറാണുള്ളത്. തഫ്സീറിൽ നിന്ന് 5 പാഠങ്ങൾ ഉണ്ടാവും. +2 ലിസാനുൽ ഖുർആൻ. അന്നത്തെ പരീക്ഷ ലിസാനുൽ ഖുർആനിന് 4 പാഠം, 4 പാഠത്തിൽ നിന്ന് ഇവിടെ നിന്നും ചോദിക്കാം. പിന്നെ അടുത്ത പരീക്ഷ ആഗസ്റ്റ് 13 ചൊവ്വാഴ്ച. 1ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു. ഇനി 2ാം ക്ലാസ്സുകാർക്ക് ലിസാൻ ഖുർആനാണ് അന്നത്തെ പരീക്ഷ. ലിസാനിൽ നിന്നും 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നത് 4 പാഠം ഉൾപ്പെടെയാണ്. 3ാം ക്ലാസ്സുകാർക്ക് അന്ന് അഖ്ലാഖാണ്. അഖ്ലാഖിൽ നിന്ന് 3 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 4ാം ക്ലാസ്സുകാർക്ക് തജ്വീദ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണ് തജ്വീദ്. അതിൽ കൂടുതലായി മദ്ദുകളും അതുപോലെ നിയമങ്ങളും പറയുന്നുണ്ട്. 5 പാഠം പരീക്ഷയ്ക്ക് ഉണ്ടാവും. 5ാം ക്ലാസ്സുകാർക്ക് ഫിഖ്. കൂടുതൽ ശ്രദ്ധിക്കണം. ഫിഖിൽ നിന്ന് 9 പാഠങ്ങൾ, കൂടുതൽ പാഠങ്ങൾ വന്ന ഒരു ക്ലാസ്സും കൂടെയാണ് 5ാം ക്ലാസ്. 9 പാഠമായിരിക്കും പരീക്ഷയ്ക്ക് വരിക. കാരണം അവർക്ക് മൊത്തം 25 പാഠങ്ങളുണ്ട് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിയണമെങ്കിൽ അത്യാവശ്യം ടൈമൊക്കെ വേണ്ടി വരും. അപ്പോൾ 9 പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും പാദവാർഷിക പരീക്ഷയ്ക്ക് വരിക. 6ാം ക്ലാസ്സുകാർക്ക് ദുറൂസുൽ ഇഹ്സാനാണ് അന്നത്തെ പരീക്ഷ. ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് 4 പാഠം. അതുപോലെ 7ാം ക്ലാസ് താരീഖ്. താരീഖിൽ നിന്ന് 9 പാഠം കേട്ടോ. താരീഖിൽ നിന്ന് 9 പാഠം 7ാം ക്ലാസ്സിലേക്ക് ഉണ്ടാവും. കൂടുതലും ചരിത്രവും അതുപോലെ ഓരോരുത്തരുടെ ചരിത്രവും അവരുടെ ഡേറ്റുകൾ ഇതൊക്കെ കൂടുതലായി പഠിക്കേണ്ട ഒരു പാഠം കൂടെയാണ്. 8ാം ക്ലാസ്സിലേക്ക് ഫിഖാണ്. ഫിഖിൽ നിന്ന് 5 പാഠങ്ങൾ ഉണ്ടാകും. മുമ്പ് പറഞ്ഞതുപോലെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലെ പ്രധാന അമലുമായി ബന്ധപ്പെട്ട ദിക്റുകളോ ദുആകളോ ഒക്കെ ചോദിക്കും. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പൂരിപ്പിക്കാനുള്ള വരികളായിരിക്കും. ഒക്കെ ശ്രദ്ധിക്കുക. 9ാം ക്ലാസ്സിലേക്ക് പരീക്ഷയില്ല. 10ാം ക്ലാസ്സിന് ദുറൂസുൽ ഇഹ്സാൻ. 10ാം ക്ലാസ്സിലേക്ക് ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് 4 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും. +1 ഫിഖാണ്. അന്നത്തെ +1 ഫിഖാണ്. 6 പാഠങ്ങൾ. അതിലും മുൻകഴിഞ്ഞ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച അമലുമായി ബന്ധപ്പെട്ട ദിക്റുകളോ ദുആകളൊക്കെ വരാം. ഇനി +2 അന്ന് പരീക്ഷയില്ല. ഇനി അവസാനത്തെ പരീക്ഷ ആഗസ്റ്റ് 14 ബുധനാഴ്ചയായിട്ടാണ് വരുന്നത്. 1ാം ക്ലാസ് പരീക്ഷ തീർന്നു. 2ാം ക്ലാസ് എന്ന അഖ്ലാഖാണ്. അഖ്ലാഖിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടത് 4 പാഠങ്ങളാണ്. 3ാം ക്ലാസ്സുകാർക്ക് തജ്വീദ്. തജ്വീദിൽ നിന്ന് 4 പാഠങ്ങൾ പഠിക്കണം. 4ാം ക്ലാസ്സുകാർക്ക് ഫിഖ്. ഫിഖിൽ നിന്ന് 7 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 5ാം ക്ലാസ്സുകാർക്ക് ലിസാന്. കുട്ടികൾക്ക് ടഫായിട്ട് തോന്നുന്നൊരു വിഷയമാണ് ലിസാന്. പക്ഷെ ഏറ്റവും സിമ്പിളാണ് 5ാം ക്ലാസ്സിലെ ലിസാന്. അതിൽ നിന്ന് 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക കേട്ടോ. ഈ ലിസാനൊക്കെ സിമ്പിളായിട്ട് ആവശ്യമുണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് വിട്ടുതരാം, അല്ലെങ്കിൽ ഓരോ കമൻറ്റിൻ്റെ താഴെ ഞാൻ വിട്ടുതരും. പിന്നെ 6ാം ക്ലാസ്സിന് അന്ന് പ്രത്യേക പരീക്ഷയൊന്നുമില്ല. അതോടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സുകാർക്ക് ഫിഖ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫിഖിൽ നിന്ന് 6 പാഠങ്ങളാണ് കേട്ടോ, കുറവാണ്. പിന്നെ താരീഖ് 8ാം ക്ലാസ്സുകാർക്ക്. താരീഖിൽ നിന്ന് അവർക്ക് വരുന്നത് 5 പാഠമാണ്. അതുപോലെ 9ാം ക്ലാസ്സുകാർക്ക് ദുറൂസുൽ ഇഹ്സാനാണ് അന്നത്തെ പരീക്ഷ. അവർക്ക് 4 പാഠങ്ങൾ ഉണ്ടാകും. പിന്നെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്സീറാണ്. തഫ്സീറിൽ നിന്ന് ഫാത്തിഹ, അതുപോലെ വല്ലുഹ, സൂറത്തുൽ ശറഹ്, സൂറത്തുൽ തീൻ, സൂറത്തുൽ അലഖ്, സൂറത്തുൽ ഖദ്ർ, സൂറത്തുൽ ബയ്യിന, സൂറത്തുൽ സിൽസില, സൂറത്തുൽ ആദിയാത്ത്, ഈ പറയുന്ന സൂറത്തുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. പിന്നെ +1 പരീക്ഷയില്ല. +2 ഫിഖ്. +2 ഫിഖാണ്.
ഫിഖിൽ നിന്ന് 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക. ചോദ്യപേപ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അമലുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അതൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.